കാസർഗോഡ് കുമ്പള ആരിക്കാടിയിലെ ടോൾ പ്ലാസയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. മഞ്ചേശ്വരം MLA AKM അഷ്റഫ് ഉൾപ്പെടെ സമരസമിതി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഇന്നലെ ഉണ്ടായ പ്രതിഷേധം അക്രമാസക്തമായതിനെ തുടർന്നാണ് നടപടി. ടോൾ ബൂത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ കണ്ടാലറിയാവുന്ന 500-അധികം പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. KV ബൈജു ചേരുന്നു വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന്. ബൈജു, ഈ കുമ്പള ടോൾ പ്ലാസ പ്രതിഷേധം അത് വലിയ രാഷ്ട്രീയ വിവാദമായിട്ടുണ്ട്. അതിനിടെയാണ് പോലീസിൻ്റെ നടപടി ഉണ്ടായത്. ഇപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ടോമെ, ഈ കുമ്പള ആരിക്കാടി ടോൾ പ്ലാസയ്ക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ പ്രതിഷേധം അക്രമാസക്തമാവുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിൽ 6 CCTV ക്യാമറ, ഇവിടെ സ്ഥാപിച്ചിരുന്ന CCTV ക്യാമറകൾ, അതോടൊപ്പം മറ്റു ഉപകരണങ്ങൾ, ഇവരുടെ ക്യാബിൻ, ചില്ല്, ഇങ്ങനെ വലിയ തോതിൽ സംഘം അടിച്ചു തകർക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സംഭവത്തിൽ ഇപ്പോൾ 500ഓളം പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അത് സ്വമേധയാ കേസെടുത്താണ്. അതുകൂടാതെ ടോൾ പ്ലാസ അധികൃതരുടെ പരാതിയിൽ 25ഓളം പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരവും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പുതുതായി ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം, ഈ AKM അഷ്റഫിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 2 ദിവസമായി നടന്നു വന്നിരുന്ന സത്യാഗ്രഹ സമരം അത് പോലീസ് ഇപ്പോൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. അതായത് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കി. രാവിലെ തന്നെ AKM അഷ്റഫിന് ഇത് സംബന്ധിച്ച് നോട്ടീസ് നൽകിയിരുന്നു. ഈ സത്യാഗ്രഹ സമരത്തിൽ നിന്നും പിന്മാറണം, അതല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുമെന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പിന്നീട് വലിയ തോതിൽ പോലീസ് സന്നാഹത്തോടുകൂടി DYSP സുനിൽ കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എത്തിയാണ് AKM അഷ്റഫിനെ അറസ്റ്റ് ചെയ്ത്, അതോടൊപ്പം സമരസമിതി പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് നീക്കിയത്. നിലവിൽ അവിടെ സമരപ്പന്തൽ പോലീസ് പൊളിച്ചു നീക്കി, സമരക്കാർ തന്നെ പൊളിച്ചു നീക്കിയിട്ടുണ്ട്. ഇപ്പോൾ സമരം അവസാനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് പ്രതിഷേധം ഇനിയും തുടരും എന്ന് തന്നെയാണ് AKM അഷ്റഫ് വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം പ്രധാനമായും ഇത് കാസർഗോഡ്, മഞ്ചേശ്വരം 2 മണ്ഡലങ്ങളിലുള്ള ആളുകളെ വലിയ തോതിൽ ബാധിക്കുന്ന ഒരു സംഭവമാണ്. കാരണം സർവീസ് റോഡില്ലാത്ത ഒരു സ്ഥലത്ത് പുഴയുടെ വശത്തായി ഒരു ടോൾ ഗേറ്റ് സ്ഥാപിക്കുന്നു. താൽക്കാലിക ടോൾ ഗേറ്റ് ആണ്, ഓർക്കണം. 20 കിലോമീറ്റർ മാറിയാൽ കർണാടകയിലെ തലപ്പാടിയിലെ ടോൾ ഗേറ്റ് ആണ്. നിയമപ്രകാരം 60 കിലോമീറ്ററിനകത്ത് ടോൾ ഗേറ്റ് സ്ഥാപിക്കാൻ പാടില്ല. അങ്ങനെ ഒരു കേസ് ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ നിലനിൽക്കുന്നതിനിടെയാണ് അതിന് വിധി 18-ാം തീയതി, അടുത്ത 18-ാം തീയതിയോട് ഇതിന്റെ ഒരു വിധി വരാനിരിക്കുകയാണ്. അതിന് മുൻപ് തന്നെ തിങ്കളാഴ്ചയോടുകൂടി ടോൾ പിരിവാരംഭിച്ചത് 85 രൂപയാണ് കാറുകൾക്ക് ഒരു മറുഭാഗത്തേക്ക് എത്താൻ ഈടാക്കുന്നത്. അങ്ങനെ വലിയ തുക ഈടാക്കി. ബസ്സിനാണെങ്കിൽ 1750 രൂപ ഒരു ദിവസം ഈടാക്കുന്നു. നമുക്കറിയാം, കർണാടകയിലേക്ക് നിരവധി ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് KSRTCയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ വലിയ തോതിൽ ഇതിനെതിരെ പ്രതിഷേധം ഉയരുമ്പോഴും BJP ഒഴികെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ ഒരു സമരത്തിൽ പിന്തുണ നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. AKM അഷ്റഫിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സത്യാഗ്രഹ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്നലെ DYFIയുടെയും അതുപോലെ തന്നെ യൂത്ത് ലീഗിന്റെയും നേതൃത്വത്തിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ഒരു ഐക്യദാർഢ്യ പ്രകടനം നടന്നത്. ആ പ്രതിഷേധ പ്രകടനത്തിനിടെയാണ് ഈ വലിയ സംഘർഷമുണ്ടായത്. പോലീസിനെ നിയന്ത്രിക്കുന്നതിനപ്പുറം ആളുകൾ എത്തിയതോടുകൂടി അവിടെ വലിയ തോതിൽ സംഘർഷമുണ്ടായി. ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നടക്കണം. പക്ഷെ ഇവിടെ ഈ പ്രതിഷേധക്കാർ ടോൾ ബൂത്ത് ആക്രമിക്കുന്നു, അവിടുത്തെ ചില്ലുകൾ അടിച്ചു തകർക്കുന്നു, ക്യാമറകൾ തകർക്കുന്നു, ജീവനക്കാരെ ബലപ്രയോഗത്തിലൂടെ ഇറക്കി വിടുന്നു. അതല്ലേ കാര്യങ്ങൾ കൈവിട്ടു പോകാൻ കാരണമായത്? ഇത് ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കമായിരുന്നു, അതോ ഈ പ്രതിഷേധക്കാരുടെ സ്വാഭാവികമായൊരു വികാര പ്രകടനമായി അതിനങ്ങനെ ചെറുതായി കാണാൻ കഴിയുമോ? ടോമെ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ആ കാര്യത്തിൽ പോലീസ് ഈ കൃത്യമായി AKM അഷ്റഫിനെ ധരിപ്പിക്കുന്നുണ്ട്. അറസ്റ്റിന് മുമ്പ് DYSP സുനിൽ കുമാർ AKM അഷ്റഫോട് പറഞ്ഞത് അതാണ്. ഇന്നലെ രാത്രി ഉണ്ടായതിനേക്കാളും ഒരുപക്ഷെ വലിയ തോതിലുള്ള സംഘർഷം ഇന്ന് രാത്രി ഐക്യദാർഢ്യവുമായി എത്തുന്നവർക്ക് ഉണ്ടായേക്കാം. അതിൽ വലിയ മുതലെടുപ്പ് ഉണ്ടായേക്കാം. അതിൽ ഇന്നലെ തന്നെ പോലീസ് വളരെ സംയമനം പാലിച്ചതുകൊണ്ട് ഒരു ലാത്തി ചാർജൊക്കെ നടന്നാൽ വലിയ തോതിലുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുമായിരുന്നു. അത് പോലീസ് തന്നെ AKM അഷ്റഫിനെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ബോധ്യപ്പെടുത്തിയാണ് ഈ ഏതെങ്കിലും തരത്തിൽ ബലം പ്രയോഗിക്കാതെ തന്നെ ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോലീസിന് സാധിച്ചത്. ഇവർക്കെതിരെ, അതായത് AKM അഷ്റഫ് ഉൾപ്പെടെ സമരസമിതിക്കെതിരെ നിലവിൽ കേസെടുത്തിട്ടില്ല. ഇതിൽ പ്രതിഷേധവുമായി, അതായത് ഐക്യദാർഢ്യവുമായി എത്തിയ ആളുകളാണ്. അതിൽ ഒരുപക്ഷെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ അത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം. പ്രത്യേകിച്ച് മഞ്ചേശ്വരം മണ്ഡലങ്ങളിൽ നമുക്കറിയാം അത്തരം നിരവധി സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ചെറിയ സംഭവങ്ങൾ പോലും അത് വർഗീയമായി പോലും മാറുന്ന, അല്ലെങ്കിൽ മറ്റു തരത്തിൽ മാറുന്ന ഒരു സാഹചര്യമൊക്കെ കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലങ്ങളിൽ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ
പോലീസ് ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്ന് അത് കൃത്യമായി ധരിപ്പിച്ച് ഇന്ന് കൂടി ഈ സമരം തുടരുകയാണെങ്കിൽ ഒരു പക്ഷേ നിയന്ത്രിക്കാൻ കഴിയുന്നതിലധികം അതിൽ മുതലെടുപ്പ് നടത്താൻ ആളുകൾ എത്തിയേക്കാം, ഇതിലും വലിയ സംഘർഷമുണ്ടായേക്കാം. അതുകൊണ്ട് ഈ സത്യാഗ്രഹ സമരത്തിൽ നിന്നും പിന്മാറണമെന്ന ഒരു പോലീസിന്റെ അഭ്യർത്ഥന അത് മാനിച്ച് തന്നെയാണ് അറസ്റ്റിന് ഇവർ തയ്യാറായതും അറസ്റ്റ് വഴങ്ങിയതും ഏതെങ്കിലും തരത്തിൽ ബലം പ്രയോഗിക്കാതെ തന്നെ പോലീസിനെ ഇവർ അറസ്റ്റ് ചെയ്ത് നീക്കാനും സാധിച്ചത്. എന്തായാലും ഈ ടോൾ ഗേറ്റിനെതിരെ, അതായത് പിരിവിനെതിരെയുള്ള സമരം തുടരും. അത് അക്രമാസക്തമായത് ഒരുപക്ഷെ ഈ സമരത്തിന്റെ ഗതി തന്നെ മാറ്റിയിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം സത്യാഗ്രഹം പോലും ഇവർക്ക് ഇപ്പോൾ നിർത്തേണ്ടി വന്നത്. പക്ഷേ ഇനി ഈ സമരം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നത് സംബന്ധിച്ച് ഒരു കൂടിയാലോചന ഇവർ നടത്തുന്നുണ്ട്, ആക്ഷൻ കമ്മിറ്റി നടത്തുന്നുണ്ട്. ഏതായാലും ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, തെരഞ്ഞെടുപ്പ് വരാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ 2 മണ്ഡലങ്ങൾ BJP 2ാം സ്ഥാനത്ത് നിൽക്കുന്ന മണ്ഡലങ്ങളാണ്. അത് BJP വലിയ തോതിൽ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. BJPയുടെ ഭാഗത്ത് നിന്നും ഇതുവരെ ഒരു പ്രതികരണം ഈ ടോൾ ഗേറ്റുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല. പ്രധാനമായും ദേശീയ പാതയിലെ വികസനം ചൂണ്ടിക്കാട്ടിയാണ് BJP തെരഞ്ഞെടുപ്പിന് നേരിടുന്നത്. 2 മണ്ഡലങ്ങളിലും 2ാം സ്ഥാനത്താണ്. അതിനിടയിലാണ് ഈ ഒരു സമരം എന്നതും ഓർക്കണം. എന്തായാലും സമരം അക്രമാസക്തമായി നിലപാട് എന്താണ്? കാരണം പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാനുള്ള നീക്കം സ്വാഭാവികമായും പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ UDFന്റെയും LDFന്റെയൊക്കെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ 60 കിലോമീറ്റർ ദൂരപരിധിയിലാണ് ടോൾ പ്ലാസകൾ വേണ്ടതെന്ന നിബന്ധനകൾക്ക് ഈ പ്രത്യേക സാഹചര്യത്തിൽ മാറ്റം വരുത്താമെന്ന നിലപാടൊക്കെ ദേശീയപാത അതോറിറ്റി സ്വീകരിക്കുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ സമരം കൂടുതൽ ശക്തമാക്കിയാൽ എന്തായിരിക്കും നിലപാട്? ഇവിടെ ഈ സമരം വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. എന്താണ് സമരസമിതിയുടെ ഒരു ആത്മവിശ്വാസം? അവർ പ്രതീക്ഷ വയ്ക്കുന്നത് എന്താണ്? ടോമെ, ഇന്നലെ കലക്ടറുടെ നേതൃത്വത്തിൽ ദേശീയപാത അതോറിറ്റിയുമായി AKM അഷ്റഫ് MLA ഉൾപ്പെടെയുള്ളവർ ചർച്ച നടത്തിയിരുന്നു. പക്ഷേ ആ ചർച്ച വിജയിച്ചിരുന്നില്ല. ഈ ദേശീയപാത അതോറിറ്റി പ്രധാനമായും പറയുന്നത് ചാലിങ്കലാണ്. അതായത് കാസർഗോഡ് ജില്ലയിലെ ഒരു ടോൾ വരുന്നത് ചാലിങ്കലാണ്. ചാലിങ്കൽ എന്ന് പറയുന്നത് ഉദുമ മണ്ഡലത്തിൽപ്പെടുന്നതാണ്. അവിടെ നിന്നും 50 കിലോമീറ്റർ മാറിയാണ് ഇപ്പോൾ താൽക്കാലിക ടോൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഇതൊരു താൽക്കാലിക ടോൾ മാത്രമാണെന്നാണ് ഇവർ പറയുന്നത്. നിർമ്മാണ പ്രവൃത്തി പൂർത്തിയായിട്ടില്ല, 2ാം റീച്ചിൽ പൂർത്തിയായിട്ടില്ല, ഉദ്ഘാടനം നടന്നിട്ടില്ല. അങ്ങനെയുള്ള ഒരു സമയത്താണ് വളരെ പെട്ടെന്ന് ഇങ്ങനൊരു ടോൾ പിരിവുമായി ദേശീയപാത അതോറിറ്റി രംഗത്ത് വരുന്നത്. അതാണ് ഈ പ്രദേശവാസികളെ വലിയ തോതിൽ പ്രകോപനത്തിന് ഇടയാക്കിയത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ടോൾ ബൂത്ത് ഇപ്പോൾ അടിച്ചു തകർത്തിട്ടുണ്ട്. അവിടെയുള്ള CCTV ക്യാമറകൾ തകർത്തിട്ടുണ്ട്, ബാരിക്കേഡുകൾ തകർത്തിട്ടുണ്ട്, എല്ലാം തകർത്തിട്ടുണ്ട്. പക്ഷേ ഇതുവഴി നമ്മുടെ വാഹനം തന്നെ കടന്നുപോയപ്പോൾ നമുക്ക് 85 രൂപ ഇപ്പോഴും ഇതിൽ ഈടാക്കുന്ന സാഹചര്യമുണ്ട്. ജീവനക്കാരും തന്നെ അവിടെ ഇല്ല. പക്ഷേ ഇപ്പോഴും ടോൾ ബൂത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ടോൾ ബൂത്തിൽ പണം ഈടാക്കുന്നുണ്ട്. അതിന്റെ സെൻസർ ഉപയോഗിച്ച് അത്തരത്തിൽ പണം ഈടാക്കുന്ന ഒരു സംവിധാനമുള്ളത്. ജീവനക്കാരെല്ലാം ഇന്നലെ തന്നെ ഈ സംഘർഷം ഉണ്ടായതിനെ തുടർന്ന് എല്ലാവരും അവിടെ നിന്നും ഇന്നലെ പിൻവാങ്ങിയിരുന്നു. പോലീസിന്റെ വലിയ സന്നാഹം അവിടെയുണ്ട്. ടോൾ ബൂത്തിൽ പിരിവ് തുടരുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇനി പ്രതിഷേധം ഏത് രീതിയിൽ കൊണ്ടുപോകണം എന്നത് സംബന്ധിച്ച് കൂടിയാലോചന നടക്കുന്നുണ്ട്. AKM അഷ്റഫ് MLA, അതോടൊപ്പം NA നെല്ലിക്കുന്ന് MLA ഇവരുടെ നേതൃത്വത്തിലാണ് ഈ സമരം നടന്നത്. അതോടൊപ്പം ഈ ജനകീയ CPMന്റെ വലിയ തോതിലുള്ള പിന്തുണയും ഉണ്ടായിരുന്നു. CPMന്റെ നേതാക്കൾ ഉൾപ്പെടെ നൽകിയത്. കാസർഗോഡ് കുമ്പള ടോൾ പ്ലാസയ്ക്കെതിരെ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാൻ തന്നെയാണ് സമരസമിതിയുടെ തീരുമാനം. AKM അഷ്റഫ് MLA ഉൾപ്പെടെ സമരസമിതി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയെങ്കിലും സമരവുമായി മുന്നോട്ട് പോകുമെന്നാണ് സമരസമിതി വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.